ചെയ്യുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയല്ലോ. അമേ സ്തോത്രം. ചുരുക്കം പേരായി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ വലിയവനായ ദൈവം ഭാഗ്യമൊരുക്കിയല്ലോ. എന്നാലും നമ്മുടെ മധ്യ പരിശുദ്ധ ആത്മാന സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് അനുഭവിച്ചറിയാനിടയാത്തരും. സ്തോത്രം. രണ്ടുപേരല്ല, ഒരാൾ മാത്രം മതി. സ്തോത്രം. ഒരാൾ വിശ്വസ്തയോടുകൂടി. അതിന് ഉദാഹരണമാണ് പത്മോസിന്റെ ദ്വീപ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരുവൻ ആത്മാർത്ഥതയോടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ സ്തോത്രം അന്നേ വരെ അതിനു മുമ്പ് വെളിപ്പെടാത്ത ആത്മാന ശക്തി അവന് വേണ്ടി വെളിപ്പെടുകയാത്തരും. ഹല്ലേലൂയ. യോഹന്നാന് മുമ്പ് അങ്ങനെ ഒരു സംഭവം എന്തില്ല, ഒരിക്കലും ആർക്കും ഉണ്ടായിട്ടില്ല. സ്തോത്രം. ആ ഒരു ദർശനം വെളിപ്പാടും അവന് മാത്രം പ്രത്യേകം നൽകിയിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം. ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടുകൂടി ആഗ്രഹത്തോടെ ഒരുവൾ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നുവോ മറ്റാർക്കും ലഭിക്കാത്ത ചില ബ്ലെസ്സിങ് ഫ്രം ഹെവൻ അത് പ്രാപിച്ചേ ഇവിടുന്ന് മടങ്ങിപ്പോകത്തുള്ളൂ നിങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം. അരികിൽ ആരിയ്ക്കുന്നു നമ്മുടെ വിഷയമല്ല. സ്തോത്രം. നമ്മുടെ അരികിലുള്ള കസേര ഫ്രീ ആയിട്ട് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നു, അത് നമ്മുടെ വിഷയമല്ല. സ്തോത്രം. എന്നാൽ എന്നെ ദൈവം അനുഗ്രഹിക്കണം, എനിക്കായി ദൈവത്തിൻ്റെ കരം വെളിപ്പെടണം, എൻ്റെ ജീവിതത്തിന്മേൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ആരായിരിക്കുന്നുവോ അവരെ തൃപ്തിയാക്കിയിട്ടേ ദൈവം മടക്കി അയക്കത്തുള്ളൂ. മടക്കി അയക്കത്തുള്ളൂ. ഹല്ലേലൂയ. സഭയാം കുടുംബങ്ങളെ എല്ലാം ദൈവം കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. എല്ലാ അനർത്ഥങ്ങളിൽ നിന്ന് വെടിവെച്ച് ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുന്നു. സ്തോത്രം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 16-ാം അധ്യായം 9-ാമത്തെ വാക്യം, ആ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം ഒന്ന് വായിച്ചാട്ട്. 2 Chronicles chapter 16 verse 9. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. സ്തോത്രം. യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന മതി. സ്തോത്രം. തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടേയിരിക്കുന്നു. യഹോവയുടെ കണ്ണ് തന്നിൽ മനസ്സ് ഏകാഗ്രമാക്കി യഹോവയിൽ ആശ്രയം വെക്കുന്ന ഒരുവന്റെ മേൽ യഹോവയുടെ കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പരിശുദ്ധ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ആ പശ്ചാത്തലത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എന്നാൽ അതിന് മുൻപാകെ ചില കാര്യങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ രാത്രി നാം ഇങ്ങനെ കേൾക്കാനിടയാ തീർന്നു. സ്തോത്രം. യൗവനക്കാരാ, നിന്റെ യൗവനത്തിൽ സ്തോത്രം നിനക്ക് ഇഷ്ടമുള്ള വഴികളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? യാത്ര ചെയ്തോളൂ. എന്നാൽ ഒരു ദിവസം ദൈവ ന്യായ വിസ്താരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. സ്തോത്രം. ശലോമൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ സൂര്യന് കീഴെയുള്ള സകല സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചിട്ട് ഒരു മനുഷ്യന് എന്തെല്ലാം അനുഭവിക്കാമോ, ഈ സൂര്യന് കീഴെ എന്തെല്ലാം നേടാമോ, എന്തെല്ലാം നേടിയിട്ടും അനുഭവിച്ചിട്ടും ലോകത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചിട്ട് അവസാനം താൻ സഭാപ്രസംഗത്തിൽ രേഖപ്പെടുത്തുകയാണ്, ഈ സൂര്യന് കീഴെ കാണുന്നതെല്ലാം മായയാണ്. ഈ സൂര്യന് കീഴെ കാണുന്ന എല്ലാ സന്തോഷങ്ങളും ഇല്ലാതായി പോകുന്നതാണ്. ഈ സൂര്യന് കീഴെ കാണുന്നതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഈ സൂര്യന് കീഴിൽ കാണുന്നതെല്ലാം ഒരു ദിവസം ഒരു നിമിഷം എന്ത് ചെയ്തു? ഒരു നിമിഷം കൊണ്ട് തീർന്നു പോകുന്നതാണ്. എന്നാൽ സ്തോത്രം. സ്തോത്രം. ശലോമൻ വിളിച്ചു പറയുകയാണ്, ഹല്ലേലൂയ. സ്തോത്രം. വെളിച്ചം എപ്പോഴും കാണുന്നത്, അതായത് ദീർഘായുസ്സുകൊണ്ടിരുന്ന് അനേക നാളുകൾ ജീവിക്കുന്ന മനുഷ്യനെപ്പോഴും സന്തോഷം നൽകുന്നതാണ്. ആ സൂര്യനെ കണ്ടുകൊണ്ട് ഓരോ നിമിഷം ഓരോ ദിവസം മുൻപോട്ട് ജീവിച്ചു പോകുന്നത് മനുഷ്യന് സന്തോഷം നൽകുന്നതാണ്. എന്നാൽ അതിന് നടുവിൽ ശലോമൻ പറയാതെ വിളിച്ചു പറയുകയാണ്, എന്തെല്ലാം നേടിയാലും എന്തെല്ലാം സന്തോഷം അനുഭവിച്ചാലും അതിന് നടുവിൽ സൃഷ്ടാവിനെ മറന്നൊരു ജീവിതം നിനക്കുണ്ടാകരുത്. സൃഷ്ടാവിനെ ഓർത്തുകൊണ്ടാണ് നിന്റെ ജീവിതം എപ്പോഴും മുൻപോട്ട് പോകേണ്ടത്. ദൈവജനമേ, ദൈവസഭയെ സ്തോത്രം. മനുഷ്യൻ ബഹുകാലം ജീവിച്ചിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ സൂര്യനെ കണ്ടുകൊണ്ട് വെളിച്ചം കണ്ടുകൊണ്ട് എപ്പോഴും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യൻ എപ്പോഴും സ്തോത്രം പ്രകാശമായ ഒരു ജീവിതം, നല്ല സമൃദ്ധിയാകുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ കാഴ്ചവെക്കുവാൻ നേടുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ശലോമൻ വിളിച്ചു പറയുകയാണ്, സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ വിളിച്ചു പറയുന്നു, സ്തോത്രം, ദീർഘായുസ്സോടെ ബഹുകാലം ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യ, നിനക്ക് അതോടൊപ്പം തന്നെ
അന്ധകാര യുഗവും അല്ലെങ്കിൽ അന്ധകാര കാലവും എന്താണ് അമ്മേ, അത്ര തന്നെ നിനക്ക് ഉണ്ടായിരിക്കും. സ്തോത്രം. അതായത് ഒരു മനുഷ്യൻ, സ്തോത്രം, നമുക്കറിയാം, എക്സാമ്പിൾ പറയാനിടയാത്തോർന്നു, ഒരു മനുഷ്യൻ ഒരു 24 hours ജീവിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ 12 മണിക്കൂറേ പ്രകാശമായി ലഭിക്കുന്നുള്ളൂ, അല്ലേ? ഹല്ലേലൂയ. 12 മണിക്കൂർ മാത്രമേ പ്രകാശമായി ലഭിക്കുന്നുള്ളൂ. അടുത്ത 12 hours അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ നാം എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ, അമ്മ എത്രമാത്രം സന്തോഷത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുവോ, അതിന് ഈക്വലായിട്ട് തന്നെ പ്രതിസന്ധികളും അമ്മ ഡാർക്ക്നെസ് പീരീഡും ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് നേരെ ഉണ്ടാകാനിടയാത്തരും. എന്നാൽ അതിന്റെ നടുവിൽ, സ്തോത്രം, എത്ര കാലം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, എന്തെല്ലാം നേടി എന്നുള്ളതല്ല, അതിന് നടുവിൽ സൃഷ്ടാവിനെ ഒന്ന് ഓർത്തുകൊണ്ട് അമ്മ ആ നിത്യതയ്ക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആത്മാർത്ഥമായി ദൈവത്തിന് മഹത്വമർപ്പിച്ചാട്ട്. ആമേൻ. സ്തോത്രം. യഥാർത്ഥമായ ജീവിതം, റിയൽ ക്രിസ്ത്യൻ ലൈഫ് എന്താണ്? ആമേൻ. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഒരു മനുഷ്യൻ തൻ്റെ പുറമേയുള്ള ഭൗതിക മനുഷ്യൻ തൻ്റെ പുറമേയുള്ള കണ്ണുകൊണ്ട് ഈ സൂര്യനെ കണ്ടുകൊണ്ടും പ്രകാശം കണ്ടുകൊണ്ടും മുൻപോട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നാൽ ഒരു റിയൽ റൈച്ചസ് മാൻ അല്ലെങ്കിൽ നീതിമാന്റെ ആഗ്രഹം എന്തായിരിക്കണം? അവൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് യഥാർത്ഥ സൂര്യനാകുന്ന, യഥാർത്ഥ പ്രകാശമാകുന്ന ക്രിസ്തുവിനെ കണ്ടുവേണം അവൻ്റെ യാത്ര മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. ഹല്ലേലൂയ. മനസ്സിലാവും ദൈവമക്കൾ ദൈവത്തിനെ മഹത്വപ്പെടുത്തിയാട്ട്. ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് ക്രിസ്തുവിനെ കാണുക, ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് ക്രിസ്തുവിനെ ദർശിക്കുക, ഹൃദയത്തിന്റെ കണ്ണുകൾ തുറന്നുകൊണ്ട് അവനെ മാത്രം നോക്കിക്കൊണ്ട് മുൻപോട്ട് പോകുക. അവന്റെ ജീവിതത്തിൽ ഡാർക്ക്നെസ് ഒരു പ്രശ്നമല്ല, അവന്റെ ജീവിതത്തിൽ സഫറിങ് ഒരു പ്രശ്നമല്ല, അവന്റെ ജീവിതത്തിൽ എന്ന് വരെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളൊരു വിഷയമല്ല. അവന്റെ വിഷയം ഒന്നേ ഉള്ളൂ, നിത്യത. ഏത് സമയത്ത് എന്റെ ജീവിതത്തെ എടുത്താലും, ഏത് സമയത്ത് കർത്താവ് വന്നാലും, എന്തെല്ലാം സംഭവിച്ചാലും എനിക്ക് നിത്യത ഉറപ്പാണെന്നുള്ള ഒരു അവിശ്വാസം അവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ വിളിച്ചു പറയും, ആമേൻ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും എന്റെ കർത്താവിൽ ഞാൻ ആശ്രയം വെച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ആ നിത്യത ലഭിക്കുന്നിടയാത്തരും. ആ നിത്യത ഇല്ലാതാക്കുവാൻ ഒരു ശക്തിക്ക് സാധിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഭൂമിയിൽ ലഭിക്കാവുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ശലോമോൻ അനുഭവിച്ചു. ഭൂമിയിൽ ലഭിക്കാവുന്ന ജ്ഞാനം താൻ അനുഭവിച്ചു. തനിക്ക് മുൻപോ പിൻപോ ഒരു മനുഷ്യൻ തന്നെ പോലെ ഉണ്ടായിട്ടില്ല. എന്നാൽ അവസാന നിമിഷങ്ങളിൽ തൻ്റെ ജീവിതം തീരാറായിപ്പോ താൻ വിളിച്ചു പറയുന്നു, സകലതും വാനിറ്റി, സകലതും മായ, സകലതും നിഷ്ഫലം. എന്നാൽ സ്തോത്രം, താൻ അറിയാത്തൊരു കാര്യമുണ്ട്. സൂര്യന് മേളിൽ, സൂര്യനപ്പുറത്തായിട്ട് ഒരു ഉദയസൂര്യനുണ്ട്. അവനെ കാണുന്നവൻ ഒരിക്കലും, അവന്റെ ജീവിതം ഒരിക്കലും നിഷ്ഫലമല്ല. ആ ഉദയസൂര്യനെ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുന്നവൻ ഒരിക്കലും അവന്റെ ജീവിതം പരാജയമല്ല. അവനെ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു കുടുംബം ഒരിക്കലും തളർന്നു പോകുകയില്ല. അവനെ കണ്ടുകൊണ്ട് പോകുന്ന ഒരു വ്യക്തി, ഒരു പൈതൽ ഒരിക്കലും തളർന്നു പോകത്തില്ല. കാരണം അവന്റെ കണ്ണത ക്രിസ്തുവിനെ കണ്ടുകൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. ഹല്ലേലൂയ. തന്നെ സ്തോത്രം. ഏകാഗ്ര ചിത്തന്മാരായി, അതായത് കോൺസെൻട്രേഷൻ മൈൻഡ് ക്രിസ്തുവിൽ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന, കോൺസെൻട്രേറ്റഡ് ഹാർട്ട്, കോൺസെൻട്രേഷൻ മൈൻഡ് ക്രിസ്തുവിൽ വെച്ച് മുൻപോട്ട് പോകുന്ന ഒരുവന്റെ മേൽ ദൈവം തന്നെ ബലവാനെന്ന് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഇതിന് രണ്ട് രീതിയിൽ അർത്ഥം പോകുന്നുണ്ട്. സ്തോത്രം. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആമേൻ. യഹൂദ രാജാവാകുന്ന ആസ താൻ രാജ പദവിയിലേക്ക് കയറിയപ്പോൾ തൻ്റെ മുൻപാകെ അനേക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, തൻ്റെ മുൻപാകെ അനേക പ്രതികൂലങ്ങൾ ഉണ്ടായിരുന്നു. സ്തോത്രം. അതിന് മുൻപ് വരെ മുൻപുള്ള തൻ്റെ പിതാവാകുന്ന അബിയാവ് പോലും ആരാധിച്ചുകൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ തൻ്റെ മുൻപാകെ ഉണ്ടായിരുന്നു. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ഹൈ പ്ലേസസ്, പൂജാഗിരികൾ തന്നെ മുൻപാകെ ഉണ്ടായിരുന്നു. എന്നാൽ ആസ പദവിയിലേക്ക് കയറിയപ്പോൾ തൻ്റെ പിതാവിന്റെ പാത യാത്ര ചെയ്യാതെ യഹോവയെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് തൻ്റെ രാജവാഴ്ച ആരംഭിച്ചു. സ്തോത്രം. ആസ രാജവാഴ്ച ആരംഭിക്കുന്നത് ഒന്നാം കാര്യം ചെയ്തത്, തൻ്റെ മുൻപാകെ കണ്ട എല്ലാ അശേര പ്രതിഷ്ഠകളെയും എല്ലാ വിഗ്രഹങ്ങളെയും താൻ എന്ത് ചെയ്തു? ഇല്ലാതാക്കുവാനിടയാ തീർന്നു. സ്തോത്രം. 14-ാം അധ്യായം, സ്തോത്രം, 2-3
3 വാക്യങ്ങൾ. ആസ തന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദവും ഹിതവുമായി ചെയ്തു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കിക്കളഞ്ഞ് സ്തംഭ വിഗ്രഹങ്ങൾ ഉടച്ച് അക്ഷര പ്രതിഷ്ഠകളെ വെട്ടിക്കളയാനിടയാ തീർന്നു. ദൈവസഭയെ, ദൈവജനമേ, ശ്രദ്ധിച്ചു കേൾക്കണമേ. ഹല്ലേലൂയ. തന്നിൽ യേശുക്രിസ്തുവിൽ ദൈവത്തിൽ ഒരു കോൺസെൻട്രേഷൻ മൈൻഡ് ഉണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ തന്നിൽ ദൈവത്തിൽ ഏകാഗ്ര ചിത്തന്മാരായി ഒരുവൻ ആയിത്തീരണമെങ്കിൽ, സ്തോത്രം, അല്ലെങ്കിൽ അവന്റെ മേൽ ദൈവത്തിന്റെ ബലം വെളിപ്പെടണമെങ്കിൽ, സ്തോത്രം, ഒന്നാമതായി താൻ ചെയ്യേണ്ട കാര്യം തന്റെ മുൻപാകെ ഉയർന്നു നിൽക്കുന്ന എല്ലാ പൂജാഗിരികളെയും, എല്ലാ അക്ഷര പ്രതിഷ്ഠകളെയും, എല്ലാ ബലിപീഠങ്ങളെയും, അർത്ഥാൽ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന സകലത്തിനെയും വെട്ടിക്കളഞ്ഞ് നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, നീ മാത്രമാണ് ട്രസ്റ്റ്ഫുൾ, ഹല്ലേലൂയ, നീ മാത്രമാണ് ആശ്രയം എന്ന വിശ്വാസത്തോടെ പറയുന്നവന് മേൽ യഹോവ തന്നെ താൻ ബലവാനെന്ന് കാണിക്കുകയാത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീക്കേണ്ടതിനെല്ലാം നീക്കിക്കളഞ്ഞിട്ട് അപ്പന്റെ പിതാവിന്റെ പാത പിന്തുടരാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഭരിച്ച രാജാക്കന്മാരുടെ പാത പിന്തുടർന്ന് പോകാതെ, തന്റെ മുൻപാകെ ഒരു പേടിയും ഇല്ലാതെ, സ്തോത്രം, അവൻ എന്ത് ചെയ്ത് പൂജാഗിരികളെയും അക്ഷര പ്രതിഷ്ഠകളെയും വിഗ്രഹങ്ങളെയും സ്തംഭ വിഗ്രഹങ്ങളെയും എല്ലാം ഇടിച്ചു കളഞ്ഞ് അവിടെ നിരപ്പാക്കുവാനിടയാ തീർന്നു. ഹല്ലേലൂയ. ദൈവജനമേ, ദൈവജനമേ, ദൈവകുടുംബമേ, സ്തോത്രം. യേശു അല്ലെങ്കിൽ ദൈവം, സ്തോത്രം, എന്നെ മേൽ ഒരു ബലവാനെന്ന് കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതായത് ഞാൻ യഹോവയിൽ ആശ്രയം വെക്കുകയാണെങ്കിൽ, ഞാൻ യഹോവയിൽ ഏകാഗ്രനായി മുൻപോട്ട് പോകുമ്പോൾ എൻ്റെ ഏത് പ്രതിസന്ധിയിലും യഹോവ അല്ലെ ദൈവം, യേശു കർത്താവ് ഒരു ബലമായി വെളിപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഒന്നാമത് നീക്കേണ്ടതിനെല്ലാം നീക്കിക്കളയട്ടെ. നീക്കേണ്ടതിനെല്ലാം നീക്കിക്കളയട്ടെ. എന്നിട്ട് വിളിച്ചു പറ, കർത്താവേ, നീ മാത്രമാണ് എൻ്റെ ആരാധനയ്ക്ക് യോഗ്യൻ, നീ മാത്രമാണ് ആശ്രയം വെക്കുന്ന ഒരു വ്യക്തിയുള്ളത്, എൻ്റെ മുൻപാകെ നീ മാത്രമുള്ളത് പറയട്ടെ. നിങ്ങളുടെ മുൻപാകെ യഹോവയായ ദൈവം തന്നെ താൻ ബലവാനെന്ന് വെളിപ്പെടേണ്ടതിന് വെളിപ്പെട്ടിവരുടെ യാത്തരും, കാണിക്കേണ്ടതിന് വെളിപ്പെട്ടിവരുടെ യാത്തരും. വിശ്വാസമുള്ള ആത്മാർത്ഥതയോടെ ദൈവത്തിന് മഹത്വർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വെച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വെച്ചുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചെന്ന് നോക്കിയാട്ട്. അമേൻ, അമേൻ. ദൈവം മാത്രം ആശ്രയമാണെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ച് നോക്കാൻ കഴിയുമോ? ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവം മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന് കർത്താവിനോട് അതിരം തുറന്ന് പറയുവാൻ ഇടയാത്തിരുമോ? അവരുടെ നടുവിൽ താൻ ബലവാനെന്ന് നിങ്ങൾക്ക് വേണ്ടി തെളിയിച്ചു നൽകുക ഇടയാത്തിരും. വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. പറയേണ്ട കാര്യം ദൈവത്തോട് നാം പറയുവാൻ തന്നെ ഇടയാത്തിരണം, മറച്ചു വെക്കരുത്. എന്നെ സംബന്ധിച്ച് ഒരു കുറ്റം ചെയ്താലും, ഒരു ചെറിയ തെറ്റ് ചെയ്താലും, കർത്താവേ ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി നന്മയായിട്ട് കർത്താവേ എനിക്ക് നൽകി നന്മയ്ക്കായി സ്തോത്രം, ഞാൻ അങ്ങയിൽ പൂർണ്ണമായ ആശ്രയം വെക്കുന്നു എന്ന് പറയുവാണെങ്കിൽ യഹോവയായ ദൈവം താൻ ബലവാനാണ് നിങ്ങൾക്ക് തെളിയിച്ചു നൽകിടയാത്തരും. നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് തെളിയിച്ചു നൽകിടയാത്തരും. ഇവിടെ എന്ത് ചെയ്തു? സ്തോത്രം. ആസ മുൻപോട്ട് പോയി. ആസ ഉറപ്പുള്ള പട്ടണങ്ങളെ പണിതു. സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. യുദ്ധങ്ങൾ ഉണ്ടായാൽ യുദ്ധത്തിനെ എതിർക്കുവാൻ വേണ്ടി ഉറപ്പുള്ള പട്ടണങ്ങളെ പണിത് മുൻപോട്ട് കടന്നുപോയി. ഇങ്ങനെ മുൻപോട്ട് കടന്നു പോകുമ്പോൾ 14-ാം അധ്യായം 9-ാമത്തെ വാക്യം, സ്തോത്രം, ആമേൻ, സ്തോത്രം, ആമേൻ. അനന്തരം കൂശ്യനായ സേരഹ് 10,00,000 ആളും 300 രഥവും ഉള്ള സൈന്യത്തോടുകൂടി അവരുടെ നേരെ പുറപ്പെട്ടു വന്നു. അതായത് ആസയുടെ നേരെ 10,00,000 ആളും 300 രഥവും ഒരുമിച്ച് ചേർന്ന് പുറപ്പെട്ടു. എന്നാൽ ആസയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു. ആസയുടെ കയ്യിലെ കണക്ക് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ആസയ്ക്ക് വൻപരിചയം കുന്തവും എടുത്തവരായി only 3 lakhs 3 ലക്ഷം യഹൂദരും ചെറുപരിചയം എടുക്കുവാനും വില്ല് കുലയ്ക്കുവാനും പ്രാപ്തരായ 2,80,000 ബെന്യാമിനും ഉള്ള ഒരു സൈന്യം ഉണ്ടായിരുന്നു. നോക്കണമേ, ആസയുടെ കൈക്കകത്ത്, ആസയുടെ രാജ്യത്തിനകത്ത് 3 ലക്ഷം 2,80,000 അടങ്ങുന്ന ഒരു കൂട്ടം ചെറിയ അല്ലെങ്കിൽ തൻ്റെ കണക്കനുസരിച്ച് ചെറിയ ഒരു കൂട്ടം ആൾക്കാരെ തൻ്റെ മുൻപാകെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ തൻ്റെ മുൻപാകെ കടന്നു വരാൻ പോകുന്ന ശത്രുവിനെ കണക്ക് നോക്കിയിട്ട് ഏകദേശം 10,00,000-ഓളം അതിലധികമായ ഒരു കൂട്ടം സൈന്യമായി ഇതാ ആസയുടെ അരികിലേക്ക് അടുത്ത് വരുന്നു. ഹല്ലേലൂയ. ആസയുടെ അരികിലേക്ക് അടുത്ത് വന്നിട്ട് അവരോട് ആസയോട് യുദ്ധം ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ആസ വേറെ ഒരു മനുഷ്യരിലും ആശ്രയം വെക്കാതെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയാ തീർന്നു.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ശക്തമായ ദൈവത്തോട് മഹത്വം അർപ്പിച്ചാട്ട്, ശക്തമായ ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ട്. എല്ലാ പ്രിയപ്പെട്ടവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. ആമേ. ആസയ്ക്ക് നേരെ ആമേ സ്തോത്രം, യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ തുടങ്ങുകയാണ്. എന്നാൽ ആസയുടെ കയ്യിലെ ശക്തി ഒന്ന് നോക്കിയപ്പോൾ 2 ലക്ഷം അടങ്ങുന്ന സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ, 3 ലക്ഷത്തി യഹൂദരും 2,80,000 ബെന്യാമിനരും മാത്രമേ തന്റെ കരങ്ങളിലുള്ളൂ, തന്റെ മുൻപാകെ ഉള്ളൂ. എന്നാൽ തന്റെ മുൻപാകെ വരുന്ന, തനിക്കെതിരെ വരുന്ന ശത്രുവിന്റെ കണക്ക് നോക്കിയപ്പോൾ 10 ലക്ഷത്തിലധികം, മോർ ദാൻ 10 lakhs ശക്തിയായി അതാ ഒരുവൻ വരുന്നു. അപ്പോൾ വേറെ എങ്ങും ആശ്രയിക്കാതെ ആസ ഒറ്റ പ്രാർത്ഥന, 11ാമത്തെ വാക്യം, ആസ തന്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, കർത്താവേ, ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ഞങ്ങളെ സഹായിക്കുവാൻ വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ, നീ മാത്രമേ ഉള്ളൂ. സ്തോത്രം. നമ്മുടെ മുൻപാകെ, ഇനി ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമേ, നമ്മുടെ മുൻപാകെയുള്ള പ്രതിസന്ധികളെ നോക്കിയിട്ട് മാനുഷികമായി ഞാനും നിങ്ങളും കമ്പയർ ചെയ്യും അല്ലേ? കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, അളന്ന് നോക്കുമ്പോൾ പ്രതിസന്ധിയുടെ ആഴമാണ് ഏറ്റവും വലുതായി തോന്നുന്നത് അല്ലേ? ഹല്ലേലൂയ. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും അളവ് വലുതായി തോന്നും. എന്നാൽ സ്തോത്രം, നിങ്ങൾക്ക് അതിന്റെ നടുവിൽ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ? കർത്താവേ, ബലവാനും ബലഹീനനും തമ്മിൽ യുദ്ധമുണ്ടായ, കാര്യമുണ്ടായ, എനിക്ക് വേണ്ടി തുണ നിൽക്കുവാൻ വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുമ്പോൾ ആസ നോക്കിയപ്പോൾ 5 ലക്ഷം, 5 lakhs. എന്നാൽ ശത്രുവിന്റെ കരങ്ങളിലോ 10 lakhs, മോർ ദാൻ 10 lakhs. ആരാ ജയിക്കുന്ന? സ്വാഭാവികമായി ശത്രുവേ ജയിക്കത്തുള്ളൂ. എന്നാൽ ആസ പ്രാർത്ഥിച്ചപ്പോൾ ബലഹീനന് വേണ്ടി, തുണയില്ലാത്തവന് വേണ്ടി, എണ്ണത്തിൽ കുറഞ്ഞവന് വേണ്ടി യഹോവയുടെ കരം തന്നെ തൻ ബലവാനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി വെളിപ്പെട്ട് വരുവടയാ തീർന്നു. ശക്തമായ ദൂത് വിളിച്ചു പറട്ടെ, അളക്കും തോൽവിയായിരിക്കാം വലുത്, അളക്കുമ്പോൾ പരാജയമായിരിക്കാം വലുത്, അളക്കുമ്പോൾ രോഗമായിരിക്കാം വലുത്, അളക്കുമ്പോൾ സ്തോത്രം പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ ആഴങ്ങളായിരിക്കാം വലുത്. എന്നാൽ അതിന് നടുവിൽ അതരങ്ങളെ തുറന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുമ്പോൾ, എനിക്ക് വേണ്ടി തുണ നിൽക്കുവാൻ, എന്റെ മേൽ ദൈവം ബലവാണെന്ന് കാണിക്കുവാൻ വേണ്ടി അവന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുവടയാ തീരും. Hallelujah, 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 hallelujah. In the name of Jesus, in the name of Jesus. ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. പലപ്പോഴും മനുഷ്യൻ എപ്പോഴും സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ കരങ്ങളിൽ ഇരിക്കുന്ന ശക്തിയുടെ, അല്ലെങ്കിൽ നമ്മെ തന്നെ നോക്കിയിട്ട് ഞാൻ ചെറുതായി പോയി, എനിക്ക് തോൽവിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്തോത്രം, എനിക്കിത് നേരിടുവാനുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെട്ട് നിരാശനായി മാറുമ്പോൾ, ഭക്തൻ ഒരിക്കലും നിരാശനായി മാറരുത്. ദൈവഭക്തൻ ഒരിക്കലും നിരാശനായി മാറരുത്. അതിനെ നടുവിൽ പ്രാർത്ഥിക്കട്ടെ, അതരങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കടയാത്തിട്ടെ, സകല പ്രതിസന്ധികളെ നീക്കി വെച്ചിട്ട് വിളിച്ചു പോരാനിടയാത്തിട്ട്, കർത്താവേ, നീ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ, എനിക്ക് വേണ്ടി നീ തുണ നിൽക്കുമാറാണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് ശക്തമായ ദൈവത്തിന്റെ മഹത്വം അർപ്പിച്ചാട്ട്, ശക്തമായ ദൈവത്തിന്റെ മഹത്വം അർപ്പിച്ചാട്ട്. ശക്തമായ ദൈവത്തിന്റെ മഹത്വം അർപ്പിച്ചാട്ട്. പരിശുദ്ധാത്മാ ചോദിക്കുകയാണ്, നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത് എന്താണ് വലുതായി നിങ്ങൾക്ക് തോന്നുന്നത്? പ്രതിസന്ധിയാണോ അതോ ക്രിസ്തുവാണോ വലിയത്? വ്യക്തമായി ചോദിക്കുകയാണ് ചില ഹൃദയങ്ങളോട്, നിങ്ങളുടെ മുൻപാകെ എന്താണ് നിങ്ങൾ വലുതായി കാണുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുവിനെയാണോ വലുതായി കാണുന്നത്, അത് പ്രതിസന്ധിയാണോ? അല്ലെങ്കിൽ സ്തോത്രം, ആ ക്രിസ്തുവിനെതിരെ നിൽക്കുന്ന ശക്തിയെയാണോ വലുതായി കാണുന്നത്? സ്തോത്രം, നിങ്ങൾ അങ്ങനെ കാണുന്നുവെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അതിന് നടുവിൽ പിന്തിരിഞ്ഞു പോകാതെ അതിന് നടുവിൽ നിന്ന് പറ, കർത്താവേ, ഞാൻ ബലഹീനനാണ്, എനിക്ക് മുൻപോട്ട് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല, പക്ഷേ നിനക്ക് സാധ്യമാകും, നിന്റെ വാക്കിനാൽ സാധ്യമാകും, നിന്റെ ശക്തി സാധ്യമാകും. ഞാൻ നിന്നിൽ ഏകാഗ്ര ചിത്തനായി നോക്കുന്നു, എന്റെ മേൽ നിന്റെ ബലം ഒന്ന് വെളിപ്പെടണമേ, എന്റെ മേൽ നിന്റെ ബലം ഒന്ന് വെളിപ്പെടണമേ. ഞാൻ തന്നെ താൻ ബലവാനാണെന്ന് കാണിക്കുവാൻ വേണ്ടി നിന്റെ ശക്തി എന്റെ മേൽ ഒന്ന് വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാ ഇറങ്ങി വരുന്ന ആത്മാവ് ശക്തമായി ദൂത് വിളിച്ചു പറയുകയാണ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആസ പ്രാർത്ഥിച്ചു. തുടർന്നുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം. ആ യുദ്ധം ഒറ്റയടിക്ക് ആസ ജയിക്കുവാനിടയായി തീർന്നു. പിന്നെ അങ്ങോട്ട് നവീകരണത്തിന്റെ പ്രവർത്തനങ്ങളായിരുന്നു. ആസ ദേശം മുഴുവനെ ശുദ്ധീകരിക്കടിയായി തീർന്നു. സ്വന്തം ഗ്രാൻഡ് മദർ മൈക്ക എന്ന് എഴുതിയിരിക്കുന്നത് 15-ാം അധ്യായം 16-ാമത്തെ വാക്യം. ആസ രാജാവ് തന്റെ ഇവിടെ അമ്മയെന്നാണ് എഴുതിയിരിക്കുന്നത്. രാജാക്കന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഗ്രാൻഡ് മദർ എന്ന് കാണാൻ സാധിക്കും. ഓക്കെ, തന്റെ ഗ്രാൻഡ് മദർ ആകുന്ന മയക്ക, അവൾ വിഗ്രഹത്തെ ആരാധിക്കുന്ന സ്ത്രീയായിരുന്നു. രാജ്ഞിയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തിയായിരുന്നു. അമ്മച്ചിയാണെങ്കിലും സ്തോത്രം, വിഗ്രഹത്തെ ആരാധിക്കുന്നത് കണ്ടപ്പോൾ സ്വസ്ഥാനത്ത് നിന്ന് പ്രിയ മാതാവിനെ നീക്കുവാനിടയാ തീർന്നു. നീക്കിയിട്ട് യഹോവയെ ആരാധിക്കുവാൻ ഉദ്ബോധിപ്പിക്കുവാനിടയാ തീർന്നു. ബന്ധങ്ങളിൽ നിന്ന് അന്യാരാധന ശക്തി ഉയർന്നപ്പോഴും അതിന്റെ നടുവിൽ ആസ പരാജയപ്പെട്ടു പോയില്ല. ആസ പരാജയപ്പെട്ടു പോയില്ല. ആസ പറഞ്ഞു, യഹോവയായ ദൈവം മാത്രമാണ് ജീവനുള്ള ദൈവം, അവനെ മാത്രം ആരാധിക്കണമെന്നുള്ള വിശ്വാസം തന്നെ നിന്നുകൊണ്ട് താൻ യഹോവയ്ക്ക് യാഗമർപ്പിക്കുന്നതിനിടയാ തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ ചാപ്റ്റർ 15 വേഴ്സ് 19 ഒന്നുകൂടെ പറയട്ടെ. 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആസയുടെ വാഴ്ചയുടെ 35-ാം ആണ്ടുവരെ പിന്നെ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല? കാരണം സ്തോത്രം, നിയന്ത്രിച്ചത് മുഴുവൻ യഹോവ ദൈവമായിരുന്നു. തൻ്റെ ഹൃദയം തന്നിൽ തൻ്റെ ഹൃദയം യഹോവയിൽ ഏകാഗ്രമായിരുന്നു. തൻ്റെ മനസ്സ് യഹോവയിൽ ഏകാഗ്രമായിരുന്നു. തൻ്റെ മുൻപാകെ വന്ന സകല വിഗ്രഹങ്ങളെ ബിംബങ്ങളെ നീക്കിക്കൊണ്ട് ബന്ധുമിത്രാദികളിൽ നിന്നും പൊങ്ങി വന്ന സകല അന്യാരാധന ശക്തിയെ നീക്കിക്കൊണ്ട് അവിടെ ആസ ദൈവത്തിന് വേണ്ടി നിലകൊള്ളപ്പോൾ ദൈവം പറയുകയാണ്, പരിശുദ്ധാത്മ വിളിച്ചു പറയാണ്, തൻ്റെ വാഴ്ചയുടെ ചില വർഷങ്ങളോളം പിന്നെ തനിക്ക് യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല. അതായത് ശത്രു വരുവാൻ ദൈവം സമ്മതിച്ചില്ല. ശത്രു യുദ്ധമുണ്ടാക്കുക ദൈവം സമ്മതിച്ചില്ല. കാരണം എന്താണെന്ന് ദൈവത്തിൽ ആശ്രയം വെച്ച ഒരു രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായ ദൈവത്തിന് മൗത്ത് അർപ്പിച്ചാട്ട്, ശക്തമായ ദൈവത്തിന് മൗത്ത് അർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. എന്നാൽ തുടർന്നുള്ള അധ്യായങ്ങൾ വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആസയുടെ വാഴ്ചയുടെ വായിച്ചാട്ട്. 16-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇനി 7-ാമത്തെ വാക്യം വായിച്ചാൽ ആൻറ്റി. ആ കാലത്ത് ശ്രദ്ധിച്ച് കേൾക്കണമേ. അടുത്ത ഭാഗം. നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ തെറ്റിപ്പോയിരിക്കുന്നു. വളരെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കണം കേട്ടോ ആ വാക്യത്തിനകത്ത്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരികയാണെന്ന്. ഞാൻ നിങ്ങൾ വായിച്ച വാക്യം ഇങ്ങനെയായിരുന്നു: യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി തന്നെത്താൻ ബലവാനാണെന്ന് കാണിക്കുവാൻ വേണ്ടി ഭൂലോകം മുഴുവനും ഊടാടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ വാഴ്ചയുടെ 35-ാം ആണ്ടുവരെ ആസയ്ക്ക് യുദ്ധമില്ലായിരുന്നു. കാരണം താൻ യഹോവയിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനിടയാത്തത്. തൻ്റെ മുൻപാകെ നിന്നിരുന്ന സകല വിഗ്രഹങ്ങളെ നീക്കി താൻ എന്ത് ചെയ്തു? മുൻപോട്ട് കടന്നുപോയി. തൻ്റെ മുൻപാകെ നിന്ന ബന്ധുമിത്രാദികളിൽ നിന്ന് വന്ന അന്യാരാധന ശക്തികളെ നീക്കി താൻ മുൻപോട്ട് കടന്നുപോയി. സ്തോത്രം. അത് മാത്രമല്ല, നവീകരണങ്ങൾ, പട്ടണങ്ങളെ പണിത് ദൈവത്തെ ആശ്രയിക്കുവാൻ ജനത്തെ ഉദ്ബോധിപ്പിക്കുവാനിടയാത്തീർന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞു. സ്തോത്രം. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം തൻ്റെ രാജ്യത്തിന് നേരെ, തനിക്ക് നേരെ ഇതാ അടുത്തൊരു യുദ്ധം കടന്നു വരികയാണ്. സ്തോത്രം. വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവെന്ന ബയശ യഹൂദയ്ക്ക് നേരെ യഹൂദ രാജാവാകുന്ന ആസയുടെ അടുക്കൽ യുദ്ധത്തിന് കടന്നു വന്ന് അവിടെ രാമയെ പണിതുറപ്പിച്ച്, അതായത് വലിയ
കെട്ടിടങ്ങൾ അല്ലെങ്കിൽ മതിലുകൾ പണിത് ഉറപ്പിക്കുകയാത്തോർന്ന് ആരും അങ്ങോട്ട് പോകൂതിരിക്കാൻ വേണ്ടി ഒരു യുദ്ധത്തിന് വേണ്ടി തുടക്കം കുറിക്കുകയാത്തോർന്നു. സ്തോത്രം. ഇതിന് നടുവിൽ സ്വാഭാവികമായി ആരിലാണ് ആശ്രയം കണ്ടെത്തേണ്ടത്? സ്വാഭാവികമായി ആശ്രയം കണ്ടെത്തേണ്ടത് യഹോവയെ ദൈവത്തെ നോക്കണമായിരുന്നു, യഹോവയിൽ ആശ്രയം വെക്കണമായിരുന്നു. എന്നാൽ യഹോവയിൽ ആശ്രയം വെക്കാതെ ആസ എന്ത് ചെയ്തു? രണ്ടാമത്തെ വാക്യം, ആലയത്തിനകത്തിരുന്ന യഹോവയ്ക്ക് ആരാധന അർപ്പിക്കുവാൻ വെച്ചിരുന്ന സകല കാര്യങ്ങളും എടുത്ത് ശത്രു അല്ലെങ്കിൽ അരാം രാജാവാകുന്ന ബെൻഹദദിന് കൊണ്ട് കൊടുത്തയച്ചു. സൗഖ്യത അരാം രാജാവുമായിട്ട് ബന്ധപ്പെടുത്തിട്ട് പറയാണ്, നീ എന്നെ സഹായിക്കണം, നീ സ്തോത്രം അല്ലെങ്കിൽ സ്തോത്രം ഇസ്രായേൽ രാജാവുമായിട്ടുള്ള ബന്ധം നിർത്തണം. സ്തോത്രം. നിർത്തിയാൽ എനിക്ക് അവൻ്റെ മേലൊരു ജയമുണ്ടാകാനിടയാത്തരും. അങ്ങനെ ആസ എന്ത് ചെയ്തു? വേറൊരു മനുഷ്യനിൽ, ഈ ഭൂമിയിലെ വേറൊരു രാജാവിൻ്റെ മേൽ ആശ്രയം സഖ്യത ഉണ്ടാക്കാനിടയാത്തീർന്നു. ആ സഖ്യത മൂലം സ്തോത്രം യഹോവയിൽ ആശ്രയം വെക്കാതെ ആസ ഇതാ നിൽക്കുന്നു. ഇങ്ങനെ യഹോവയിൽ ആശ്രയം വെക്കാതെ യുദ്ധം കടന്നു വന്നപ്പോൾ സ്തോത്രം യഹോവയിൽ ആശ്രയം വെക്കാതെ അല്ലെങ്കിൽ സ്തോത്രം അങ്ങനെ നിൽക്കുന്ന മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഒരു ദർശകൻ അല്ലെങ്കിൽ ഹനാനി വന്ന് പറയുകയാണ്, ആസേ സ്തോത്രം ആ കാലത്ത് കടന്നു വന്നിട്ട് പറയാണ്, 8ാമത്തെ വാക്യം, കൂശ്യരും ലൂബരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടി ഒരു മഹാസൈന്യം കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് 10 ലക്ഷം ആൾക്കാരുമായി നിന്റെ നേരെ കടന്നു വന്നല്ലോ. അന്നേരം നീ പ്രാർത്ഥിച്ചു, കർത്താവേ, ബലഹീനനും ബലവാനും തമ്മിൽ യുദ്ധമുണ്ടായാൽ, കാര്യമുണ്ടായാൽ ഞങ്ങൾക്ക് വേണ്ടി നീ തുണ നിൽക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് യഹോവയുടെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടില്ലേ? എന്നാൽ ഇതാ ഈ അതിനേക്കാൾ ചെറിയ ചില പ്രയാസങ്ങൾ അല്ലെങ്കിൽ യുദ്ധങ്ങൾ നിന്നെ മുൻപാകെ കടന്നു വന്നപ്പോൾ നീ യഹോവയിൽ ആശ്രയം വെക്കാതെ എന്തുകൊണ്ട് അരാം രാജാവിന്റെ അടുക്കിലേക്ക് കടന്നുപോയി? എന്നാൽ നീ യഹോവയിൽ ആശ്രയം വെക്കാതെ കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കുക കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. അടുത്ത വാക്യം, വായിച്ച വാക്യം, എന്നിട്ട് ഹനാനി പറയാണ്, യഹോവയുടെ കണ്ണ് തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെ തൻ ബലവാൻ എന്ന് കാണിക്കുന്നതിന് ഭൂമിയിൽ എല്ലാവരും ഊടാടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്കെന്തുണ്ടാകും? യുദ്ധങ്ങളുണ്ടാകും. ദൈവജനയെ വളരെ ആഴമായി ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട നാളിൽ തീരുമാനത്തോടുകൂടി ദൈവത്തിൽ അവസാന ശ്വാസം വരെ ആശ്രയിക്കും എന്നുള്ള തീരുമാനത്തോടുകൂടി ഇറങ്ങിയിട്ട് സകല നമ്മുടെ മുൻപാകെ വരുന്ന സകലത്തിന്മേലും ജയം പ്രാപിച്ച് മുൻപോട്ട് പോകുവാനിടയാത്തരും. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് വെച്ച ആശ്രയം മാറി മനുഷ്യരിലേക്ക് മാറുവാനിടയാത്തരും. അങ്ങനെ ഒരു പരാജയം ഒരു ക്രിസ്തീയ ഭക്തന് ഒരിക്കലും ഉണ്ടാകരുത്. ഹല്ലേലൂയ. ഉണ്ടായുള്ള ദോഷം എന്താണെന്ന് അറിയാമോ? 2 കാര്യം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കട്ടെ. ഉണ്ടായുള്ള ദോഷം, ഒന്നാമത് ഏകാഗ്രമായി മുൻപോട്ട് പോകുകയാണെങ്കിൽ അവൻ്റെ മേൽ എന്തോ ഉണ്ടാകും? യഹോവ തന്നെത്താൻ ബലവാനാണെന്ന് വെളിപ്പെട്ട് വരും. എന്നാൽ ആശ്രയം മാറിപ്പോകുന്ന ഒരുവൻ്റെ മേലും യഹോവയുടെ കണ്ണുണ്ടായിരുന്നു, പക്ഷേ അവൻ്റെ മേലും യഹോവ തന്നെത്താൻ ബലവാൻ വെളിപ്പെട്ടു. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണ്? ആ ബലവാനെന്ന് വെളിപ്പെട്ടത് അവനെ പൊക്കിക്കൊണ്ടുവരുവാനല്ല, അല്ലെങ്കിൽ സ്തോത്രം അവനെ ജയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ല. അവൻ്റെ മുൻപേ യഹോവ ഇത് ന്യായവിധിക്കാൻ നിൽക്കുന്ന ഒരു ബലവാനായി നിൽക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്ന ദൈവമക്കൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഒന്ന്, ഞാൻ സ്തോത്രം വിശ്വസ്തനായി മുൻപോട്ട് പോകുകയാണെങ്കിൽ, ഏകാഗ്ര ഹൃദയത്തോടെ മുൻപോട്ട് പോകുകയാണെങ്കിൽ എൻ്റെ മേൽ ബലവാനെന്ന് കാണിക്കുവാൻ ദൈവത്തിൻ്റെ കരം എപ്പോഴും വെളിപ്പെട്ട് വരും. സ്തോത്രം. എന്നാൽ ഞാൻ ആശ്രയം മാറ്റി വേറെ വ്യക്തികളിൽ അല്ലെങ്കിൽ മനുഷ്യരിൽ ലോകത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുകയാണെങ്കിൽ സ്തോത്രം ദൈവത്തിൻ്റെ കരം വെളിപ്പെടും. പക്ഷേ അതെൻ്റെ സന്തോഷത്തിന് വേണ്ടിയല്ല, എന്നെ ശിക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ സ്തോത്രം ഇവിടെ ആസോട് പറയാണ്, ഇനി നിനക്ക് യുദ്ധമുണ്ടാകും, പ്രതിസന്ധികൾ വർദ്ധിച്ചു വരും. ദൈവജനമേ, ക്രിസ്തീയ ജീവിതയാത്ര ഞാൻ നിങ്ങൾ ഒരിക്കലും ആശ്രയം മാറ്റി വേറൊരു വ്യക്തി വെക്കരുത്. യഹോവയിൽ ആശ്രയം മാറ്റി വെക്കരുത്. വേറൊന്നിലും ആശ്രയം വെക്കരുത്. വേറൊന്നിലും ഞാൻ ശലോമൻ പറഞ്ഞതുപോലെ തന്നെ ഈ സൂര്യന് കീഴെ കാണുന്ന ഒരിതിലും സന്തോഷം കണ്ടെത്തരുത്. സൂര്യന് കീഴെ ഒന്നിലും ആശ്രയം വെക്കരുത്. പിന്നെയോ യഥാർത്ഥമായി കണ്ണ് തുറന്നുകൊണ്ട് നമ്മുടെ മേൽ ബലവാനെന്ന് കാണിക്കുവാൻ വേണ്ടി ഊടാടി സഞ്ചരിക്കുന്ന ഒരു കണ്ണുണ്ട്. അവന്റെ മുൻപാകെ ഏകാഗ്ര ചിത്തന്മാരാ നിൽക്കുന്ന ഒരു ഭക്തനായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാർത്ഥമായ ദൈവത്തിൽ നിന്ന് മഹത്വം അർപ്പിച്ചാട്ട്.
ആമേ, യഹോവയുടെ കണ്ണ് എല്ലാവരുടെ മേലുമുണ്ട്. സ്തോത്രം. അതായത് സ്തോത്രം, ഏകാഗ്ര ചിത്രന്മാരായി പോകുന്ന ഒരുവന്റെ മേലുണ്ട് അവനെ നല്ല രീതിയിൽ നടത്തുവാൻ വേണ്ടി. അവന്റെ മേൽ ബലവാണെന്ന് കാണിച്ചുകൊണ്ട് അവന്റെ മുൻപാകെ പ്രയാസങ്ങൾ കടന്നു വന്നാൽ അവനെ ബലഹീനാണെങ്കിൽ അവനെ ജയം നൽകി മുൻപോട്ട് നടത്തുവാൻ വേണ്ടി യഹോവയുടെ കണ്ണ് അവന്റെ മേൽ എപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ സ്തോത്രം, ആശ്രയം മാറിപ്പോകുന്നവന്റെ മേൽ യഹോവയുടെ കരം വെളിപ്പെടും, പക്ഷേ അതൊരു ഭാരമായി വെളിപ്പെടുത്തുള്ളൂ. ഏകാഗ്രം നഷ്ടപ്പെടുമ്പോൾ യഹോവയുടെ കരം ഭാരമായി വെളിപ്പെടും. ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, മനസ്സിന്റെ ഏകാഗ്രത യേശുവിൽ നിന്ന് അകലുമ്പോൾ സ്വർഗത്തിന്റെ കരം ഭാരമായി വെളിപ്പെടും. എന്നാൽ അതിനുശേഷം യുദ്ധങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിന് നടുവിൽ നിന്നുകൊണ്ട് നമുക്ക് വിളിച്ചു പറയാം, കർത്താവേ, ഒരിക്കൽ പോലും സ്തോത്രം, എൻ്റെ കോൺസെൻട്രേഷൻ അങ്ങിൽ നിന്ന് മാറാതെ, തെറ്റിപ്പോകാതെ അങ്ങിൽ തന്നെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ നിത്യത്തിൽ പ്രവേശിക്കുവാൻ എന്നെ ഇടയാക്കണമെന്നുള്ള പ്രാർത്ഥന ഈ ദിവസങ്ങൾ ദൈവസഭയുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ രാത്രി ഓർപ്പിച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളും രക്ഷയുടെ നാളിൽ ഇന്ന് രക്ഷയുടെ സന്തോഷത്തെപ്പറ്റി നമ്മൾ ഓർത്ത് ആരാധിക്കുകയാത്തുന്നു. ആ പ്രാപിച്ച സന്തോഷം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേളിൽ വിട്ടുകൊടുക്കട്ടെ. ഹല്ലേലൂയ. ഞാനും നിങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും അവൻ്റെ മേൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഏകാഗ്രചിത്തന്മാർ അവസാന നിമിഷം വരെ ജീവിക്കുവാൻ ആശയുടെ നല്ല കാര്യം ഞാൻ കുറേ മിനിറ്റ് ആദ്യം പറഞ്ഞു അല്ലേ. ആശയെല്ലാം പൊക്കി പറഞ്ഞു. അവസാന നിമിഷം ആശയുടെ ജീവിതത്തിലും പരാജയമായിരുന്നു. മറന്നു പോകരുത്. ഇത്രമാത്രം ദൈവത്തിന് വേണ്ടി നിലനിന്ന ആശ അവസാന നിമിഷത്തിൽ പരാജയപ്പെട്ടു പോയി. അടുത്തുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ആശയ്ക്ക് എന്ത് ചെയ്തു? രോഗം കടന്നു വന്നു. രോഗം കടന്നപ്പോൾ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്, ആശ ദൈവത്തിൽ ആശ്രയിക്കുക. തൻ്റെ ശരീരത്തിന്മേൽ രോഗം കടന്നു വന്നപ്പോൾ ലോക വൈദ്യന്മാരിൽ ആശ്രയിക്കുകയായിരുന്നു. വൈദ്യന്മാരുടെ അടുക്കൽ പോകുന്നത് തെറ്റല്ല, എന്നാലും ഇവിടെ അവൻ്റെ മനസ്സിലെ ആശ്രയം എന്ത് ചെയ്തു? മാറ്റി പൂർണ്ണ ആശ്രയം ലോകത്തിൽ കൽപ്പിക്കുകയായിരുന്നു. ഒരിക്കലും സംഭവിച്ചു പോകരുത്. ഒരാമൻ പറഞ്ഞ സ്തോത്രം. സ്തോത്രം. ദൈവമേ, സ്തോത്രം. ദൈവത്തിൻ്റെ കരം എപ്പോഴും എനിക്കുണ്ടാകണമേ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ എല്ലാ രോഗത്തിന്മേലും, എൻ്റെ പ്രതിസന്ധികളുടെ മേലും. ആശയുടെ അവസാന നിമിഷങ്ങളിൽ പരാജയപ്പെട്ടു പോയി. എന്നാൽ ഞാനും നിങ്ങളും ഒരിക്കലും ആ സംഭവം നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവസാന നിമിഷം ക്രിസ്തുവിൽ ആശ്രമിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകുവാൻ. അവസാന നിമിഷം അവനിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകുവാൻ. ആശയ്ക്കുണ്ടായ പരാജയം ഒരിക്കലും ഉണ്ടാകരുത്. ഇവിടെ ഹനാനി വന്ന്, ഞാൻ ഈ ആദ്യം വായിച്ച വാക്യത്തിൻ്റെ രണ്ടാം ഭാഗം അറിഞ്ഞുകൊണ്ടാണ് വായിക്കാതിരുന്നത്. കാരണം ആദ്യത്തെ ഭാഗം വിളിച്ചു പറയുന്നു, തന്നിൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്ന ഒരുവന് വേണ്ടി യഹോവയുടെ കണ്ണ് എപ്പോഴും മൂടാടി സഞ്ചരിച്ചു. സത്യമായുള്ള കാര്യമാണ്. പക്ഷേ ആസ്തിയോട് പറയണം, നീ അതിൽ ഭോഷത്വം നീ പ്രവർത്തിച്ചിരിക്കുന്നു. കാരണം നിനക്ക് വേണ്ടി കണ്ണുണ്ടായിരുന്നു അല്ലേ. യഹോവയുടെ കണ്ണ് ഇങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണിലോട്ട് നോക്കുവാൻ നീ മനസ്സ് വെച്ചില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നീ ആ കണ്ണിൽ നോക്കിയാണ് യാത്ര ചെയ്ത്. എന്നാൽ നീ അത് യാത്ര ചെയ്തില്ല. അതുകൊണ്ട് നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. സ്തോത്രം. ഒരിക്കലും യഹോവയുടെ കരം എനിക്ക് നിങ്ങൾക്ക് ഭാരമായി പോകരുത്. യഹോവയുടെ ദൃഷ്ടി എപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ഭാരമായി തീരരുത്. കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം, അത് വലിയൊരു ഭാരമായിരിക്കും. ഒരു പക്ഷേ ആ നിത്യതയിൽ നിന്ന് അകന്നു പോകുവാനും അത് സാധ്യതയുണ്ട്. അങ്ങനെ അതൊരിക്കലും സംഭവിക്കരുത്. എപ്പോഴും ക്രിസ്തുവിൽ തന്നെ ആശ്രയം വെക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ആത്മാർത്ഥമായ ദൈവത്തിൽ നിന്ന് മഹത്വം അർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പലപ്പോഴും നാം ഈ വാക്യം വായിച്ചിട്ട് ആദ്യത്തെ ഭാഗം വായിച്ചു അങ്ങ് നിർത്തും. സ്തോത്രം. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അടുത്ത ഭാഗവും നിങ്ങൾക്ക് അല്ലെ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് വാക്യങ്ങൾ ചേർത്ത് അല്ലെങ്കിൽ ആ ഭാഗം മുഴുവൻ വായിച്ചാലേ മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. ഒരിക്കൽ പോലും ഞാനും നിങ്ങൾക്കും കർത്താവിൻ്റെ നേരെ ഭോഷത്വം പ്രവർത്തിക്കരുത്. ആശ്രയം നൽകിക്കൊണ്ടിരിക്കുന്ന കർത്താവിന് മുൻപാകെ ഭോഷത്വം പ്രവർത്തിക്കരുത്. വെച്ച് കഴിഞ്ഞാൽ സ്തോത്രം, ഇവിടെ ഹനാൻ ദർശകൻ വിളിച്ച്
വിളിച്ചു പറയാണ്, പ്രതിസന്ധികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞ സാരം ഇത്രയേ ഉള്ളൂ. നമ്മെ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ഇന്ന് വരെ നാം ക്രിസ്തുവിന്റെ സന്നിധിയിൽ യഥാർത്ഥമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ ശക്തിയോടുകൂടി നമുക്ക് മുൻപോട്ട് പോകാനിടയാ തീരണം. നമ്മെ ഒരിക്കൽ പോലും ആശ്രയം മാറിപ്പോകാതെ, ആശ്രയം എന്താണ്, ആശ്രയം വെക്കുന്നതിൻ്റെ ഇന്റർപ്രട്ടേഷൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഏത് സാഹചര്യങ്ങളിൽ എന്തെല്ലാം വന്നാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും കർത്താവേ നീ എനിക്കതിന് ഉത്തരം നൽകണമെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം എൻ്റെ നിങ്ങളുടെ അതിരങ്ങളിൽ നിന്ന് പുറത്തു വരേണ്ടത്. എന്തെല്ലാം വന്നാലും കർത്താവേ നിന്റെ മറുപടി എന്താണ്, നിന്റെ കൽപ്പന അതിന്മേൽ എന്താണെന്നുള്ള പ്രാർത്ഥന പുറത്തു വരുമ്പോൾ ദൈവം അതിന് ഉത്തരം നൽകുന്നിടയാ തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പറഞ്ഞു നിർത്തട്ടെ, ആസയ്ക്കുണ്ടായ പരാജയം എൻ്റെ നിങ്ങളുടെ കുടുംബത്തിന്മേലോ കുഞ്ഞുങ്ങളുടെ മേലോ വ്യക്തിപരമായ ജീവിതത്തിലോ ഒരിക്കലും ഉണ്ടാകരുത്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക. എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ പരാജയത്തിൻ്റെ ആഴമായിരിക്കാം വർധനവ് ആയി കാണുന്നത്, അല്ലെങ്കിൽ ആ ശത്രുവിൻ്റെ ജയമായിരിക്കാം ഏറ്റവും മുൻപാകെ നിൽക്കുന്നത്. അതിൻ്റെ നടുവിൽ പ്രാർത്ഥിച്ചാട്ട് ബലഹീനനും ബലവാൻ തമ്മിൽ കാര്യമുണ്ടായാൽ കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി തുണ നൽകണമേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു ദൈവകാരം നമുക്ക് വേണ്ടി വെളിപ്പെടും. സ്തോത്രം. പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് നാം ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ സമർപ്പിച്ചുകൊണ്ട് റയിച്ച ദേവ ശബ്ദയോത്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം.